വഴുതനങ്ങ എല്ലാം പഴുത്ത് പോയിട്ടുണ്ട്. നമ്മൾ പറിക്കാതെ നമുക്ക് കുറച്ച് വഴുതനങ്ങ പറിച്ചെടുക്കാം. കുറച്ച് മതി, ഒത്തിരി വേണ്ട. ഒരു കറിവേപ്പിലയും കൂടി ഇടിച്ചുകൊണ്ട് പോകാം. ആർക്കും അധികം ഇഷ്ടമില്ലാത്ത വഴുതനങ്ങയും കൊണ്ട് രുചികരമായ ഒരു കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് ചപ്പാത്തിക്കൊക്കെ കൂട്ടാനായിട്ട് ഉചിതമായ ഒരു കറിയായിരിക്കും. അതിനുവേണ്ടി നമുക്ക് കിഴങ്ങ്, തക്കാളി, വെളുത്തുള്ളി, സബോള, പച്ചമുളക് വേണം. പക്ഷേ അതിന് പകരം ഞാൻ കാന്താരി മുളക് പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളോട് വേണം. നമുക്കിത് അരിഞ്ഞെടുക്കാം. തക്കാളിയും ഉരുളൻകിഴങ്ങും വഴുതനങ്ങയും കൂടി ഒരുമിച്ചാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഇതേ ഷേപ്പിൽ അരിയുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് തക്കാളിയും പിന്നെ നമുക്ക് സബോളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഒരുമിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊരു ശകലം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി ഇട്ട് നമ്മളുടെ ഈ കറിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലെ സവോളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി എണ്ണയിൽ മൂത്ത് വരുമ്പോഴാണ് ബാക്കി കഷ്ണങ്ങൾക്ക് ഒരു പ്രത്യേക രുചി ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ വേണം ഇത് മൂടി വെച്ച് ആവിയിൽ തന്നെ വെന്ത് വരണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാം. ഓക്കെ, നമുക്കൊന്ന് തുറന്ന് നോക്കാം. പകുതിയോളം വേവായിട്ടുണ്ടോ. നമുക്ക് കൂടെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും വീണ്ടും നമുക്കൊന്നുകൂടെ മൂടി വെച്ച് വേവിക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വേറെ ഒരു പാൻ അടുപ്പ് വയ്ക്കണം. അത് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വേറൊരു പാത്രം അടുപ്പ് വെച്ച് ഇനി അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം ഇച്ചിരി മല്ലിപ്പൊടി ആവശ്യമുണ്ട് കേട്ടോ. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകാതെ മൂത്ത് വരുമ്പോൾ നന്നായിട്ട് മൂക്കണം കേട്ടോ. ഞാൻ മസാല പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടി കുറച്ചിട്ട് കൊടുത്തു. ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിച്ചിരിക്കുന്ന കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മസാലയും കൂടി ഉള്ളതും കൂടി അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മല്ലിപ്പൊടി എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ നമുക്ക് മൂടി വയ്ക്കാതെ നമ്മുടെ വഴുതനങ്ങയും കിഴങ്ങും തക്കാളിയും എല്ലാം കൂടി നല്ലതായിട്ട് മിക്സായി തക്കാളിയുടെ പുളിയും വഴുതനങ്ങയുടെ രസവും കിഴങ്ങിൻ്റെ രുചിയും എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ സവാള മൂത്തതും എല്ലാം കൂടി നല്ല രുചിയായിട്ടുണ്ട്. ഇനി അല്പം നേരം കൂടി അങ്ങനെ ഇരുന്നിട്ട് നമുക്ക് പകർന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. നമ്മൾ മല്ലിപ്പൊടി ആദ്യം ഇട്ട് കഴിഞ്ഞാൽ നല്ല മൂക്കാത്ത മല്ലിപ്പൊടിയുടെ ചുവ വരും. അതുകൊണ്ട് എണ്ണയിൽ മൂപ്പിച്ച് മല്ലിപ്പൊടി ഇടുന്നതാണ് ഉചിതമായിട്ടുള്ളത്. ഇപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പം നല്ല രുചിയുള്ള കറി റെഡിയായി. ഇനി നമുക്കത് പകർന്നുകൊണ്ടാണ്. വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് പോയി. വഴുതനങ്ങയുടെ ആ പച്ചച്ചവ അറിയുക പോലുമില്ല. ഓക്കെ, ഇനി നമുക്ക് പാത്രത്തിലേക്ക് പകർന്നെടുക്കാം. ഓക്കെ, കറി റെഡി.